ഹായ് ഹലോ. അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ റീയൂസ്ഡ് പ്രോബ്ലം വന്നിട്ട് 6 മാസം മോണിറ്റൈസേഷൻ കട്ടായി കിടക്കിയിരുന്നു. ഏതൊരാളും യൂട്യൂബ് തുടങ്ങുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ട് മോണിറ്റൈസേഷൻ കട്ടായതും 18ൻ്റെ പണി കിട്ടിയതും. അങ്ങനെ ഞാൻ അപ്പീൽ കൊടുത്തു. അപ്പീൽ റിജക്റ്റ് ആയി. പിന്നെ 90 ഡേയ്സ് കാത്തുക്കേണ്ടി വന്നു. അതായത് 3 മാസം കാത്തുക്കേണ്ടി വന്നു. നമ്മൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഏതൊക്കെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പീൽ കൊടുത്തു, അതും റിജക്റ്റ് ആയി. പിന്നെ 3 മാസം വീണ്ടും കാത്തുക്കേണ്ടി വന്നു. അങ്ങനെ 6 മാസമാണ് ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നത്. അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അത് റെഡിയായി. പക്ഷെ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ എയിമെന്നാണ് റീയൂസ്ഡ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ കോപ്പിറൈറ്റ്, അതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഏത് വീഡിയോ കാണുന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ ഏതിന് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. വ്യൂസുള്ള വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ വെറുതെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം, കാരണം വാച്ച് അവർ കുറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഒരിക്കലും വേറെ ഉള്ളവരെ കണ്ടന്റ് ഇടാണ്ടിരിക്കുക. അതായത് പുറത്തുനിന്ന് കിട്ടിയ ഒരു വീഡിയോസും നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ ലെങ്ത് ഉള്ള വീഡിയോസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷോർട്ട് എടുക്കുമല്ലോ, അതും ചെയ്യാണ്ടിരിക്കുക. നമ്മളെ ഫോണിൽ എടുത്തിട്ടുള്ള നമ്മളെ സ്വന്തം കോണ്ടന്റ് മാത്രം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഈ പ്രശ്നം എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ്. മക്കളെ ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അത്ര കഴിഞ്ഞ പിന്നാലെ നടക്കണം. അങ്ങനെ വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുന്ന വീഡിയോസും ഒന്നും നമ്മൾ ഇടാണ്ടിരിക്കുക നമ്മളെ ചാനലിൽ. കാരണം 8 അല്ല 18ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള സ്വന്തം കോണ്ടന്റ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ അത് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഡിലീറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഈ റീയൂസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് വന്നു കഴിഞ്ഞാൽ. നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാകുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പനിയാണ്, ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതാണ് വോയിസ് ഇങ്ങനെ. പിന്നെ ഉണ്ണി അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഞ്ഞോനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.